വീടിന്റെ അടുക്കളയാണിത്. ഈ അടുക്കളയിൽ പാചകം നടന്നുകൊണ്ടിരിക്കെ ഈ അടുക്കളയ്ക്ക് മുകളിലേക്ക് ഡ്രോണിന്റെ ഭാഗങ്ങൾ വന്ന് പതിച്ചു. ഈ കോൺക്രീറ്റ് ഇവിടുന്ന് അടർന്നു വീണ് നമുക്കിവിടെ ഈ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ആ സമയത്ത് താഴെ പാചകം ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഓടി വീടിനകത്തേക്ക് പോവുകയായിരുന്നു. ഏതാണ്ട് 8 മണിയോടെയാണ് ഇത്തരത്തിൽ ഡ്രോൺ ഇന്നലെ രാത്രി പതിച്ചത്. എത്ര ഡ്രോണുകൾ ഈ സാംബ മേഖലയിൽ എത്തി എന്ന കാര്യം ആർമി എണ്ണം കൃത്യമായി പറയുന്നില്ലെങ്കിലും ഡ്രോണുകൾ എത്തി എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. ये तकरीबन कोई 8:45 का टाइम था उस समय। तो घर की जो लेडीज थी वो खाना बनाने के लिए वहाँ बैठी हुई थी। 5-7 चपातियाँ बनी थी। तो इतनी देर में सुनते हैं कि बड़ी जोर से धमाका हुआ। तो ऐसा लगा कि शायद कोई ट्रांसफार्मर फट गया होगा। ഈ സീസ് ഫയർ വെടിനിർത്തൽ യാഥാർത്ഥ്യമായതിനു ശേഷം അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം കുറച്ച് സമാധാനം റിലാക്സ്ഡ് ആയിരുന്നു എന്നതാണ് അവർ പറയുന്നത്. പക്ഷെ പെട്ടെന്നാണ് ഇന്നലെ ഈ രീതിയിൽ സാംബ മേഖലയിൽ ഈ തരത്തിലൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ ഒരു അമർഷം അദ്ദേഹം പറയുന്നുണ്ട്.